നീറ്റ് 2026 സ്ട്രക്ചർ ഓഫ് ആറ്റം നമുക്കൊരു വൺ ഷോട്ട് റിവിഷൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി നോ ഒരു എലിമെന്റിന്റെ റെപ്രസെന്റേഷൻസ് ചെയ്യുമ്പോഴേക്ക് എലിമെന്റിന്റെ അറ്റോമിക് നമ്പർ താഴെയും മാസ് നമ്പർ മേലെയും നമ്മൾ എഴുതും. സെയിം അറ്റോമിക് നമ്പർ വന്നിരിക്കുന്നവരെ ഐസോടോപ്സ് എന്ന് പറയും. സെയിം അറ്റോമിക് മാസ് ആണെങ്കിൽ അത് ഐസോ ബാർ ആണ്. ആൻഡ് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഐസോടോൺസും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസും ആണ്. ഈ ഭാഗം വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് പ്രോട്ടോൺസ് ഇലക്ട്രോൺസ് ന്യൂട്രോൺസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സി ദ ക്വസ്റ്റ്യൻ, O മൈനസിനോട് ഐസോ ഇലക്ട്രോണിക് ആയിരിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആയിരിക്കുന്നയാളെയാണ് നമ്മൾ ഇതിന് ചൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവരുടെ റിലേഷൻ ആണ്. വെർ സി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ. സി എന്നുള്ളത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ആൻഡ് ന്യൂ ലാംഡ റെപ്രസെന്റ്സ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമുക്കറിയാം ഹെഡ്സ് ആണ്. ഹെഡ്സ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഇൻവേഴ്സ്. വേവ് ലെങ്ത് എടുത്താൽ നമ്മളത് മീറ്ററിലും സെന്റിമീറ്ററിലും നാനോമീറ്ററിലും ആങ്സ്ട്രമിലും പറയാം. നാനോമീറ്റർ ആൻഡ് ആങ്സ്ട്രം ആണ് പ്രിഫറബിളി യൂസ് ചെയ്യുന്നത്. ആൻഡ് യു ഷുഡ് നോ ദി കൺവേർഷൻ. 1 nanometer is 10 raised to minus 9 meter and 1 angstrom is 10 raised to minus 10 meters. സോ ഒരാളെ തന്നു കഴിഞ്ഞാൽ മറ്റേയാളെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഇതിൽ വരിക. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് നീറ്റിൽ നമുക്ക് വന്നിട്ടുണ്ട്. ഫ്രീക്വൻസി തന്നിരിക്കുന്നു, വേവ് ലെങ്ത് ചോദിച്ചു. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ അറേഞ്ച്മെന്റിനെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നാണ് പറയാ. അവരുടെ ഫ്രീക്വൻസി വേവ് നമ്പേഴ്സ് വരുന്ന കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. റേസ് എന്ന് പറയുന്നവരുടെ ഫ്രീക്വൻസി കൂടുതലും വേവ്സ് എന്ന് പറയുന്നവരുടെ വേവ് ലെങ്ത് കൂടുതലും ആയിരിക്കും. സോ നിങ്ങൾ വേവിൽ നിന്ന് റേസിലേക്ക് വരുമ്പോൾ വേവ് ലെങ്ത് കുറയുന്നു ഓർ ഫ്രീക്വൻസി കൂടുന്നു എന്നുള്ളത് നമുക്ക് പറയാം. ക്വാണ്ടം തിയറിയിൽ നിങ്ങൾക്ക് എനർജി കണ്ടുപിടിക്കാൻ, ഒരു ഫോട്ടോണിന്റെ ഒരു ക്വാണ്ടം ഒരു റേഡിയേഷന്റെ എനർജി കണ്ടുപിടിക്കാൻ ഫ്രീക്വൻസി വേവ് ലെങ്ത് തന്നാൽ എങ്ങനെ ചെയ്യും? സോ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഓർ എച്ച് സി ബൈ ലാംഡ ഓർ എച്ച് സി ന്യൂ ബാർ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. വേർ യു ക്യാൻ ഫൈൻഡ് ദി എനർജി ഓഫ് വൺ ഫോട്ടോൺ. ഇനി ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എച്ചിന്റെ വാല്യൂസ് പഠിക്കണം. 6.626 × 10⁻³ ജൂൾ സെക്കൻഡ്. നമ്മുടെ കയ്യിൽ n നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ ടോട്ടൽ എനർജി എത്രയാ? NH nu എന്ന് പറയാം, ഓർ NHc ബൈ ലാംഡ. ഇനി നമ്പർ ഓഫ് ഫോട്ടോൺസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ എനർജി ബൈ ഒരാളുടെ എനർജി എന്ന രീതിയിൽ E/h പറയാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കെപ്പോഴും ഒരു ബൾബിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന, ഒരു ബൾബ് കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്നും എത്രമാത്രം ഫോട്ടോൺസ് എമിറ്റ് ചെയ്യുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. സോ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇജക്റ്റഡ് പെർ സെക്കൻഡ് n/t എന്ന് പറയുന്നത് അവരുടെ ടോട്ടൽ എനർജി വിച്ച് ഈസ് പവർ ബൈ എച്ച് ന്യൂ ആണ്, ഓർ പവർ ബൈ എച്ച് സി ബൈ ലാംഡ. നമുക്ക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും എച്ച് സി എ 2 × 10⁻25 എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും ബൈ ലാംഡ. അത് ലാംഡ മീറ്ററിലായിരിക്കണം, എങ്കിൽ മാത്രമേ എനർജി നമുക്ക് ജൂളിൽ കിട്ടുള്ളൂ. എനർജി ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ 1240 ബൈ ലാംഡ ഇൻ നാനോമീറ്റേഴ്സും ചെയ്യാം. സോ ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ഓർക്കുക. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണുന്നത്. ലാംഡ തന്നു, എനർജി കണ്ടുപിടിക്കണം. സോ ഒരാൾ ലാംഡ തന്ന എനർജിയുടെ ഇക്വേഷൻ എച്ച് സി ബൈ ലാംഡയാണ്. യു ഗെറ്റ് ദ ഇക്വേഷൻ ബി. സിമിലർലി എനർജി ഓഫ് 1 മോൾ ഓഫ് ഫോട്ടോൺ ആണ് ചോദിച്ചത്. വേവ് ലെങ്ത് തന്നാൽ നമുക്ക് അതിന്റെ എനർജി കണ്ടുപിടിക്കാം, എച്ച് സി ബൈ ലാംഡ. 1 മോൾ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ ആ പാർട്ടിക്കിൾസിനെ കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആണ് നമ്മൾ പറയേണ്ടത്. ജൂളിനെ കിലോ ജൂളിലാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓപ്ഷൻസിലുള്ളത് പോലെ. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു മെറ്റലിലേക്ക് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഓർ എനർജി കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസ് തെറിച്ചു പോകുന്നു. സോ കുറേ എനർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഹൈ എനർജി ആണെങ്കിൽ സ്പീഡിൽ ഇലക്ട്രോൺസ് തെറിച്ചു പോകും. അങ്ങനെ നമുക്ക് ഇലക്ട്രോൺസിനെ തെറിപ്പിക്കാൻ വേണ്ടി വരുന്ന മിനിമം എനർജി നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് ത്രെഷോൾഡ് എനർജി. സോ ത്രെഷോൾഡ് എനർജിക്ക് കൂടുതലായിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസിഡന്റ് എനർജി എന്നുള്ളത് ത്രെഷോൾഡ് എനർജി ആയിട്ടും ബാക്കിയുള്ളത് അതിന്റെ സ്പീഡ് അഥവാ കൈനറ്റിക് എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്നതിൽ കൂടുതൽ ഫോട്ടോണുകളെ നിങ്ങൾ കൊടുത്താൽ കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് ഇന്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് എന്ന് പറയാം. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എത്ര ആൾക്കാർ വന്ന് ഹിറ്റ് ചെയ്യുന്നു എന്ന കണക്കിനെയാണ് ഇന്റൻസിറ്റി എന്ന് പറയാം. സോ ഫ്രീക്വൻസി എനർജിക്ക് പ്രൊപ്പോർഷണലും ഇന്റൻസിറ്റി നമ്മുടെ നമ്പർ ഓഫ് ഫോട്ടോൺസിന് പ്രൊപ്പോർഷണലുമാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ കൈനറ്റിക് എനർജി വേഴ്സസ് ഫ്രീക്വൻസി നമുക്ക് തന്നു.
ഫ്രീക്വൻസി കൂടുമ്പോൾ എനർജി കൂടും, എനർജി കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് കൂടും. സോ നമ്മുടെ കയ്യിലുള്ള ഫ്രീക്വൻസി ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് ശേഷമാണെങ്കിൽ ത്രഷോൾഡ് എനർജിക്ക് ശേഷമാകുമ്പോഴാണ് ഇലക്ട്രോൺസ് തെറിച്ചു പോവുക. സോ ദെൻ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ 2 ഈസ് യുവർ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്മളൊരു മെറ്റൽ സർഫേസിലേക്ക് 300 നാനോമീറ്റർ ലാംഡ കൊടുക്കുകയാണ്. കൈനറ്റിക് എനർജി തന്നിരിക്കുകയാണ് വിച്ച് ഈസ് 1.68 × 10⁵ ജൂൾ പെർ മോൾ. ഒരു മോളിന്റെ കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഇലക്ട്രോൺ? സോ ത്രഷോൾഡ് എനർജി അഥവാ വർക്ക് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതിന് ടോട്ടൽ എനർജിയിൽ നിന്ന് കൈനറ്റിക് എനർജി മൈനസ് ചെയ്യണം. കൈനറ്റിക് എനർജി നിങ്ങൾക്ക് പെർ മോൾ കണക്കിനാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം എത്രയാണ് ഇൻസിഡന്റ് എനർജി എന്നുള്ളത് കണ്ടുപിടിക്കാം. ലാംഡ തന്നതുകൊണ്ട് hc/λ വെച്ച് ചെയ്തു. 1 മോൾ കണക്കാണ് പറയുന്നതെങ്കിൽ ആ എനർജി ഇൻറ്റു അവഗാഡ്രോ നമ്പർ വെച്ച് ചെയ്യുമ്പോഴാണ് ഒരു മോളിനുള്ള ടോട്ടൽ എനർജി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. സോ ഇത്രയും എനർജിയാണ് നമുക്ക് ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. 1 മോൾ ഇലക്ട്രോണിനെ ഇജക്റ്റ് ചെയ്യാൻ ആവശ്യമായിരിക്കുന്നത്. സോ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി മൈനസ് കൈനറ്റിക് എനർജി. സോ ദാറ്റ് യു ഗെറ്റ് 2.3 × 10⁵ ജൂൾ പെർ മോൾ. ഇനി ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹീറ്റ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ബോഡീസ് തെർമൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. അവിടെ ഇന്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണെന്ന് മനസ്സിലാക്കുക. ഇന്റൻസിറ്റി കൂടുതലുള്ളതിന് മാക്സിമം കൂടുതലുള്ളതിന്റെ ടെമ്പറേച്ചർ ഹൈ ആണ് ആൻഡ് അത് ഷോർട്ടർ വേവ് ലെങ്തിലാണ് എന്നുള്ളൊരു പോയിന്റ് കൂടി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാം. ബോർ മോഡൽ ഓഫ് ആറ്റത്തിലെ ബോർ മോഡലിന്റെ ബേസിക് പോസ്റ്റുലേറ്റുകൾ നമുക്കറിയണം. ബോർ ഫ്രീക്വൻസി റൂൾ, എനർജിയുടെ ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ട്രാൻസിഷൻ നടക്കുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നു എന്നറിയണം. MBR is equal to NH/2π where സോ NH/2π എന്നുള്ളത് നമ്മുടെ ആംഗുലാർ മൊമെന്റം h/2πയുടെ മൾട്ടിപ്പിൾസ് ആണ്. N1 2 3 എന്നുള്ള ഷെല്ലുകളുടെ നമ്പറിനെയാണ് സൂചിപ്പിക്കുക. ബോർ മോഡലിൽ ആപ്ലിക്കേഷൻസിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ R0 n²/z. R0 എന്നുള്ളതിനെ A0 എന്നോ അല്ലെങ്കിൽ ബോർ റേഡിയസ് എന്നോ വിളിക്കാം. വെലോസിറ്റി കാണാനും എനർജി കാണാനുള്ള ഇക്വേഷൻ ചെയ്യുക. എനർജി റേഡിയേഷനിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. വേർ എനർജി ഈസ് -RhZ²/n². RH വാല്യൂസ് ഒക്കെ നമുക്ക് പഠിക്കണം. 2.18 × 10⁻18 ജൂൾ പെർ ആറ്റം, ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം ആൻഡ് കിലോ ജൂൾ പെർ മോൾ. ഈ 3 കേസിലും നമ്മൾ ഇത് ശ്രദ്ധിക്കാം. ഇനി എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ എനർജി ആണ്. അത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുക. ടോട്ടൽ എനർജി മൈനസ് കൈനറ്റിക് എനർജി ആണ്, ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ബൈ 2. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് n വാല്യൂ z വാല്യൂ തന്ന് റേഡിയസ് കണ്ടുപിടിക്കാനാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് യു ഗെറ്റ് ദി ഇക്വേഷൻ. അനദർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നതിൽ നിങ്ങളോട് ചോദിച്ചത് എനർജി റേഡിയസ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിൾ. എനർജിയുടെയും റേഡിയസിന്റെയും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സ്പെക്ട്രത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എനർജി ഇലക്ട്രോൺസിന്റെ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് സ്പെക്ട്രം ഉണ്ടാവുക. സോ യു ഹാവ് ലെയ്മാൻ സീരീസ്, ബാൽമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്, ഹംഫ്രി സീരീസുകളുണ്ട്. അതിൽ ലെയ്മാൻ സീരീസ് ആണ് UV റീജിയനിലേക്ക് വരുന്നത്. ബാൽമർ സീരീസ് വിസിബിൾ റീജിയനിലും ബാക്കിയുള്ളവർ IR റീജിയനിലുമാണ്. UV റീജിയൻ എനർജി കൂടുതലായതുകൊണ്ട് തന്നെ ഹൈ എനർജി ട്രാൻസിഷൻ എപ്പോഴും ലെയ്മാൻ സീരീസിലാണ്. ഹയർ ലെവലിൽ നിന്ന് ഫസ്റ്റ് ലെവലിലേക്കുള്ളതാണ് ലെയ്മാൻ, സെക്കൻഡിലേക്കുള്ളതാണ് ബാൽമർ. ബാക്കി ഹയർ ഓർഡറിലേക്ക് വരുന്നതിനനുസരിച്ച് പല പേരുകൾ നമ്മൾ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്. വിസിബിൾ റീജിയൻ ഏതിന് കറസ്പോണ്ടിങ് ആണ്? അത് ബാൽമർ സീരീസിന് കറസ്പോണ്ടിങ് ആയിരിക്കുന്നതാ. ഈ ട്രാൻസിഷൻ നടക്കുമ്പോൾ അവർ എത്ര എനർജി റിലീസ് ചെയ്തു? RhZ²/1/n1² - 1/n2². അതിൽ RH വാല്യൂ നേരത്തെ ബോറിൽ പഠിച്ച RH വാല്യൂസ് ആണ്. എനർജിയുടെ യൂണിറ്റ് വരുന്ന വാല്യൂസ് ആയിരിക്കണം. ഫ്രീക്വൻസി കാണാൻ സെയിം ഇക്വേഷൻ RhZ² 1/n1² - 1/n2². അതിൽ RH ഫ്രീക്വൻസിയുടെ യൂണിറ്റ് വരുന്ന വാല്യൂ ആ. വേവ് നമ്പർ ആണ് റിഡ്ബർഗ് ഫോർമുല എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1/λ RhZ² 1/n1² - 1/n2². അതിന്റെ RH വാല്യൂ വേവ് നമ്പറിന്റെ യൂണിറ്റ് വരുന്ന 109677 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അതിനെയാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറഞ്ഞ് NCERT ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയത്. വേവ് ലെങ്ത് കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ വേവ് നമ്പർ കണ്ടിട്ട് വേവ് ലെങ്ത് റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓർ ലാംഡ ഈസ് ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. 1/RhZ² n1² n2² - n1² ആണ്. ഇനി നമ്മുടെ കയ്യിലൊരു ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് മാക്സിമം സീരീസ് ലിമിറ്റുകൾ ഉണ്ട്. മാക്സിമം ആൻഡ് മിനിമം പോയിന്റുകൾ. ലാംഡ മാക്സിമം എന്ന് പറഞ്ഞാൽ അവിടെ എനർജി മിനിമം ആണ്. എനർജി മിനിമം ആകണമെങ്കിൽ തൊട്ടടുത്തതിൽ നിന്ന് ജമ്പ് ചെയ്യണം.
ലാംഡ മിനിമം എന്ന് ഉദ്ദേശിച്ച എനർജി മാക്സിമം ആണ് ഇൻഫിനിറ്റ് ലെവലിൽ നിന്ന് ജമ്പ് ചെയ്യണം. സോ ലാംഡ മാക്സ് ഈസ് n സ്ക്വയർ ഇൻറ്റു n+1 സ്ക്വയർ ബൈ 2n+1 r z സ്ക്വയർ ആണ്. r റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. ലാംഡ മിനിമം ഈസ് n സ്ക്വയർ ബൈ r h z സ്ക്വയർ എന്നുള്ള ലാംഡ മാക്സ് ലാംഡ മിനിമം സീരീസ് കാണാം. ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രോലൈൻസ് കണ്ടുപിടിക്കാൻ ഡെൽറ്റ n ഇൻറ്റു ഡെൽറ്റ n+1/2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഡെൽറ്റ n എന്നുള്ളത് n2 മൈനസ് n1നെയാണ് സൂചിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോന്നിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കോർ ഐഡിയാസ് നമ്മൾ പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മളോട് ലാംഡയുടെ റേഷ്യോ കാണാനുള്ള ചോദ്യമാണ്. ന്യൂബാറിന്റെ ഇക്വേഷനിൽ നിന്ന് ന്യൂബാർ പ്രൊപ്പോർഷണൽ ടു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ഓർ n2 സ്ക്വയർ മൈനസ് n1 സ്ക്വയർ ബൈ n1 സ്ക്വയർ ഇൻറ്റു n2 സ്ക്വയർ എന്ന് പറയാൻ പറ്റും. അപ്പൊ ലാംഡ അതിന്റെ ഇൻവേഴ്സ് അല്ലേ, റെസിപ്രോക്കൽ അല്ലേ. സോ ലാംഡയുടെ റേഷ്യോസ് എടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് യു ഗെറ്റ് ദി ആൻസർ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബോർ മോഡലും സ്പെക്ട്രവും ഒക്കെ പഠിച്ച് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് പോകുന്നതിന് മുന്നേ ഏറ്റവും പ്രധാനമായിട്ട് അതിലേക്ക് പോയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് ആൻഡ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. എല്ലാ പാർട്ടിക്കിൾസിനും ഒരു വേവ് ലെങ്ത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കാൻ ലാംഡ ഈസ് ഈക്വൽ ടു h/p. പി മൊമെന്റം ആണ്, or h/mv or h/√2m കൈനറ്റിക് എനർജി എന്ന് നമുക്ക് പറയാം. ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞത് നമുക്കൊരാളുടെ പൊസിഷനും മൊമെന്റവും ഒരുമിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല, അതിൽ എറേഴ്സ് ഉണ്ടാവും. ആ അൺസർട്ടനിറ്റി ഈസ് ഇൻ മെഷർമെന്റിന്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. നമ്മളത് നോക്കുക, h/4πയെ നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 0.525 ഇൻറ്റു 10⁻⁻34 എന്ന് ഓർത്ത് വെക്കാം. സോ ഈ രണ്ടാൾക്കാരെ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇവിടെ അതിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഡെൽറ്റ എക്സും ഡെൽറ്റ വിയും തന്നു, അൺസർട്ടനിറ്റി ഇൻ പൊസിഷനും വെലോസിറ്റിയും തന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു h/4πm എന്നുള്ള ഇക്വേഷൻ കൊടുത്ത് മാസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാസ് കിലോഗ്രാമിൽ നമുക്ക് ആൻസർ കിട്ടി. ഇത് കഴിഞ്ഞ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിൽ വരുമ്പോൾ നമ്മൾ അതിൽ ക്വാണ്ടം നമ്പേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്. 4 ക്വാണ്ടം നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ, മാഗ്നറ്റിക് ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. സോ ഇതിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് മെയിൻ എനർജി ലെവലിനെ സൂചിപ്പിക്കുന്നത്, അഥവാ സൈസിനെ സൂചിപ്പിക്കുക. അതിന് 1 2 3 4 5 എന്നുള്ള നമ്പേഴ്സ് പോസിബിൾ ആണ്. ആംഗുലാർ മൊമെന്റം nh/2π ആണ്. ഒരു n തന്നു കഴിഞ്ഞാൽ സബ്ഷെല്ലുകളുടെ എണ്ണം n ആണ്, ഓർബിറ്റലുകളുടെ എണ്ണം n സ്ക്വയർ ആണ്, ഇലക്ട്രോണുകൾ 2n സ്ക്വയർ ആ. കാരണം ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് പറ്റും. അപ്പൊ n സ്ക്വയർ ഓർബിറ്റലുകൾ ഉണ്ടെങ്കിൽ 2n സ്ക്വയർ ആയിരിക്കും ഇലക്ട്രോൺസ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എപ്പോഴും സൂചിപ്പിക്കുന്നത് സബ്ഷെല്ലിനെയോ സബ് എനർജി ലെവലിനെയോ ആണ്. അതിന്റെ വാല്യൂ 0 തൊട്ട് n-1 വരെ പറ്റും. 0 എന്നുള്ളത് എസിനെയും 1 പിയെയും 2 ഡി ഓർബിറ്റലിനെയും എഫ് എന്നുള്ളത് എഫ് ഓർബിറ്റലിനെ 3 എന്ന നമ്പേഴ്സ് ആണ് സൂചിപ്പിക്കുന്നത്. സോ ഒരു എൽ വാല്യൂ തന്നു കഴിഞ്ഞാൽ അതിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 2l+1 സബ്ഷെല്ലുകളിൽ ഉണ്ടാവുക. ഒരു സബ്ഷെല്ലിൽ 2l+1 ഓർബിറ്റലുകളാണ് ഉണ്ടാവുക. ഈ ഓർബിറ്റലുകളിൽ എത്ര ഇലക്ട്രോൺസ് പറ്റും? 2 വീതം ഇലക്ട്രോൺസ് പറ്റും. സോ ടോട്ടൽ എല്ലിന്റെ വാല്യൂ തന്നാൽ, സബ്ഷെല്ലിന്റെ വാല്യൂ തന്നാൽ അതിലുള്ള ഓർബിറ്റലുകളുടെ എണ്ണം 2l+1ഉം ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണം 2 × 2l+1 ആണ്. കാരണം ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 പേരെ നമുക്ക് ഉൾക്കൊള്ളിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്നിന്റെയും എല്ലിന്റെയും വാല്യൂസ് തരുന്നു. n2 l1 അത് 2p ആണ്. ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മാർക്ക് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുണ്ട്. തേർഡ് ആയിരിക്കുന്നയാള് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഓരോ സബ്ഷെല്ലിലും വരുന്ന ഓർബിറ്റലുകളെ അഥവാ ഓറിയന്റേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നേരത്തെ നമുക്ക് നമ്പർ ഓഫ് ഓർബിറ്റൽസ് 2l+1 കിട്ടി. ആ 2l+1 വാല്യൂസ് ആയിരിക്കും നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സിന് പോസിബിൾ ആവുക. -l തൊട്ട് +l വരെയാണ് ആ വാല്യൂസ് ഉണ്ടാവുക. അപ്പൊ എനിക്ക് എസ് ഓർബിറ്റൽ ആണെങ്കിൽ 0 ആണ്, എസിന്റെ എൽ വാല്യൂ 0 ആണ്. സോ എം വാല്യൂ 0 ആയിരിക്കും. പി കൺസിഡർ ചെയ്താൽ എം വാല്യൂ -1 തൊട്ട് +1 വരെ 3 വാല്യൂസ് ഉണ്ട്. അതിൽ സെഡിന്റെ കമ്പോണന്റുകൾക്ക് 0 ആണ് വാല്യൂ കൊടുക്കേണ്ടത്. പി എക്സിന് -1 എന്നോ +1 എന്നോ കൊടുക്കാം. പി വൈക്ക് +1 എന്നോ -1 എന്നോ കൊടുക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ വാല്യൂസ് ഇന്റർചേഞ്ചബിൾ ആണ്. ഡി സബ്ഷെൽ എടുത്താൽ എൽ വാല്യൂ ഡിക്ക് 2 ആയതുകൊണ്ട് തന്നെ
എമ്മിൻ്റെ വാല്യൂസ് നമുക്ക് -2, -1, 0, +1, +2 എന്നിങ്ങനെ 5 വാല്യൂസ് പോസിബിൾ ആവും. അതിൽ Z കമ്പോണൻറ്റിന് 0 കൊടുക്കണം, Z²ന്. ഒരു Z വരുന്ന കമ്പോണൻറ്റിന് +1 -1 കൊടുക്കാം. അതിലേത് കൊടുത്താലും പ്രശ്നമില്ല. Z വരാത്ത ആൾക്ക് -2 +2 എന്നാണ് കൊടുക്കുക. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ ഏറ്റവും ലാസ്റ്റ് ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷനൊക്കെ സോൾവ് ചെയ്ത് നമുക്ക് ആദ്യത്തെ 3 ക്വാണ്ടം നമ്പേഴ്സ് കിട്ടുന്നു. ലാസ്റ്റ് ഒരു അഡീഷണൽ ക്വാണ്ടം നമ്പർ സ്പിൻ ക്വാണ്ടം നമ്പർ പറഞ്ഞു, വിച്ച് ഇൻഡിക്കേറ്റ് സ്പിൻ +12 -12 എന്നുള്ള സ്പിൻ വാല്യൂസ് പോസിബിൾ ആണ്. അവരുടെ സ്പിൻ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ h/2π × √s/s+1 ചെയ്യാം. S എന്ന് പറഞ്ഞ സ്പിൻ ആണ്. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ തന്നാൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം h/2π × √l × l+1 ചെയ്യാം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങളോട് ഡി ഓർബിറ്റലിന്റെ ആംഗുലാർ മൊമെന്റം ചോദിച്ചിരിക്കുകയാണ്. ഡിയുടെ എൽ വാല്യൂ 2 ആ. അപ്പോൾ ഓർബിറ്റലിന്റെ ആംഗുലാർ മൊമെന്റം ആണ് പറയേണ്ടത്. സോ എല്ലിന് 2 എന്ന് കൊടുത്ത് നമുക്ക് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ പറ്റും. 2 ഇലക്ട്രോൺസ് ഓക്യുപ്പൈങ് സെയിം ഓർബിറ്റൽസ് ആർ ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ, അവരുടെ സ്പിൻ വാല്യൂസ് എങ്കിലും വ്യത്യാസം ഉണ്ടാവും 2 പേര് വരുമ്പോൾ. സോ സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമ്മൾ പറയേണ്ടത്. ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ഫിറ്റ് ഇൻ ആൻ ഓർബിറ്റൽ? ഒരു ഓർബിറ്റലിൽ എപ്പോഴും മാക്സിമം 2 ഇലക്ട്രോൺസിനെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ ഈസ് നോട്ട് അലോഡ്? ഏറ്റവും കൂടുതൽ നമുക്ക് വന്നിരിക്കുന്നത് ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വാണ്ടം നമ്പേഴ്സിൽ N3 L2 പോസിബിൾ ആണ്, പക്ഷേ 2 പേർക്കും ഒരേ വാല്യൂ പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. നമ്മുടെ കയ്യിൽ കുറേ ഓർബിറ്റൽസ് കിട്ടിയാൽ ഇവരെ എങ്ങനെ ഫില്ല് ചെയ്യും? ഓഫ് ബ പ്രിൻസിപ്പിളും പോളീസും ഹൺസ് റൂളും വെച്ചുകൊണ്ട് ഫില്ല് ചെയ്യണം. ഓഫ് ബ എന്താ പറയുന്നത്? എനർജി കൂടുന്നതിനനുസരിച്ചാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യേണ്ടത്. N+L വാല്യൂ വെച്ചായിരിക്കും നമ്മൾ ഇത് പറയുക. ഏതിനാണ് N+L വാല്യൂ? അതിന് എനർജി കൂടുതലാണ്. സെയിം N+N വാല്യൂ ആണെങ്കിൽ N കൂടുന്നതിന് എനർജി കൂടുതലായിരിക്കും. സോ നമ്മുടെ ആറ്റംസിന്റെ ജനറൽ ആയിരിക്കുന്ന എനർജി ഓർഡറിന് N+L റൂള് പറയണം. പക്ഷേ ആ N+L റൂൾ അനുസരിച്ചാണ് 1s 2s 2p എന്നൊക്കെ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. എസിൽ 2 പേരെ ഫില്ല് ചെയ്യാം, പിയിൽ 6 പേരെ ഫില്ല് ചെയ്യാം, ഡിയിൽ 10 പേരെ ഫില്ല് ചെയ്യാം എന്നിങ്ങനെ നമുക്ക് പറയാം. പക്ഷെ 1 ഇലക്ട്രോൺ സിസ്റ്റം അഥവാ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ N വാല്യൂ മാത്രമേ ഡിസൈഡ് ചെയ്യുള്ളൂ. N+L വെച്ചാണ് നമ്മൾ എനർജി ഇപ്പൊ പറഞ്ഞതെങ്കിൽ ഹൈഡ്രജന്റെ കേസിൽ N വാല്യൂ മാത്രം നോക്കിയാൽ മതി. N സെയിം ആണെങ്കിൽ എനർജി സെയിം ആ. അപ്പൊ 3sനും 3pക്കും 3dക്കും ഒരേ എനർജിയാ. അതിന്റെ അടിസ്ഥാനത്തിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. N+L വാല്യൂ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ പറയാം. ഇവിടെ തന്നിരിക്കുന്നതിലും സെയിം എനർജിയുടെ ഓർഡർ N+L വാല്യൂ വെച്ച് പറഞ്ഞ ഓപ്ഷൻ ബി കിട്ടും. ഇനി ഇതിൽ നോക്കിയേ, ഓർബിറ്റലുകൾക്ക് ഒരേ എനർജി വരുന്ന ഓർബിറ്റലുകളെ നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയും. ഹൈഡ്രജൻ ആറ്റത്തിൽ 3pയും 3dയും ഡീജനറേറ്റ് അല്ല എന്നത് ശരിയാണോ? 3pയും 3dയിലും N സെയിം ആണ്, പക്ഷെ L ഡിഫറെൻ്റ് ആണ്. പിയുടെ L വാല്യൂ 1 ആണ്, ഡിയുടേത് 2 ആണ്. ബട്ട് എനർജി എന്നിനെ മാത്രമല്ലേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഹൈഡ്രജൻ ആറ്റം ആണ്. N സെയിം ആണെങ്കിൽ അവർ ഡീജനറേറ്റ് ആണ്. സോ ഡീജനറേറ്റ് അല്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻ നമ്മൾ 1 എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പിൾ കഴിഞ്ഞ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വരുമ്പോൾ 2 ഇലക്ട്രോണുകൾക്ക് ഒരിക്കലും സെയിം സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് പറ്റില്ല. അറ്റ്ലീസ്റ്റ് സ്പിൻ എങ്കിലും മാറും. അതുകൊണ്ടാണ് ഒരാൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റേ ആൻറ്റി ക്ലോക്ക് വൈസ് ആയത്. സ്പിൻ ക്വാണ്ടം നമ്പർ 2 വാല്യൂസ് വരാനുള്ള കാരണം പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. ഇനി ഹൺസ് റൂൾ, ഡീജനറേറ്റ് ഓർബിറ്റലുകളിൽ നിങ്ങൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ പാർഷ്യൽ പെയറിങ് ചെയ്തിട്ടേ കംപ്ലീറ്റ്ലി പെയറിങ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പ്രധാനമായിട്ട് ഓർക്കേണ്ട പോയിന്റുകളെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. ഇതിൽ നോഡുകളുടെ എണ്ണം ശ്രദ്ധിക്കുക. 2 നോഡുണ്ട്, റേഡിയൽ നോഡും ആംഗുലാർ നോഡും. N-L-1 വെച്ച് റേഡിയൽ നോഡും ആംഗുലാർ നോഡ് L വെച്ചും കണ്ടുപിടിക്കാം. ഡയറക്റ്റ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് അസോസിയേറ്റഡ് വിത്ത് തേർഡ് ഷെൽ വിൽ ബി. അപ്പോൾ നിങ്ങൾക്ക് N തന്നിട്ട് ഓർബിറ്റൽ ചോദിച്ചാൽ N² ആണ്. സോ ഡയറക്ട്ലി യു ഗെറ്റ് ദി ആൻസർ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. മേക്ക് ഷുർ യു നോ ഓൾ ദി ഇക്വേഷൻസ്. പ്രോപ്പർ ആയിട്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ബോർ മോഡലിന്റെ ഇക്വേഷൻസ് ക്വാണ്ടം നമ്പേഴ്സിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്തതെന്നൊക്കെ ഉള്ളത് നന്നായി ശ്രദ്ധിക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.